ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികമാ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2025 ആഗസ്റ്റ് 17 പുലർച്ചെ 1:52 AM ചിങ്ങ രവി സംക്രമമാണ്. ചിങ്ങരാശിയിൽ കേതുവും സ്ഥിതി ചെയ്യുന്ന സമയമാണ്. അപ്പം ആത്മകാരകനായിട്ടുള്ള സൂര്യനും മോക്ഷകാരകനായിട്ടുള്ള കേതുവും ചിങ്ങം രാശിയിൽ യോഗം ചെയ്യുന്നതിൻ്റെ പ്രത്യേക ഫലങ്ങൾ എന്തൊക്കെയാകും എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആഗസ്റ്റ് 17 പുലർച്ചെ 1:52 AM സൂര്യൻ ചിങ്ങം രാശിയിലേക്ക് രാശി മാറുന്നത്. അത് അന്നാണ് ചിങ്ങം 1 എന്ന് പറയുന്നത്. മലയാള കലണ്ടർ പ്രകാരം കൊല്ലവർഷം 1201 ആരംഭിക്കുന്ന ദിവസമാണ് ചിങ്ങം 1. ഇപ്പം ചിങ്ങം രാശി എന്ന് പറയുന്നത് സൂര്യൻ്റെ രാശിയാണ്, സൂര്യൻ്റെ സ്വക്ഷേത്രമാണ്, സൂര്യൻ്റെ മൂലത്രികോണ രാശിയാണ്, കാലപുരുഷൻ്റെ 5ാം ഭാവരാശിയാണ് ചിങ്ങരാശി. ഇപ്പം സൂര്യൻ്റെ സാമ്രാജ്യമാണ് ഈ ചിങ്ങം രാശി എന്ന് പറയുന്നത്. അപ്പോൾ സൂര്യൻ എന്ന് പറഞ്ഞാൽ ഗ്രഹങ്ങളുടെ രാജാവാണ്. ഇപ്പം ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യൻ തൻ്റെ സാമ്രാജ്യത്തിൽ, തൻ്റെ രാജ്യത്ത് വിസിറ്റ് ചെയ്യുന്ന സമയം എന്ന് വേണമെങ്കിൽ പറയാം. ചിങ്ങം രാശിയിൽ കേതു സ്ഥിതി ചെയ്യുന്ന സമയമാണ്. കേതു മോക്ഷകാരകനാണ്, സൂര്യനാണെങ്കിൽ ആത്മകാരകനുമാണ്. അപ്പോൾ സൂര്യനും കേതുവും ചിങ്ങം രാശിയിൽ യോഗം ചെയ്യുക എന്ന് പറയുമ്പോൾ ആത്മകാരകനും മോക്ഷകാരകനും യോഗം ചെയ്യുന്നു. അത് അത്യപൂർവമായിട്ടുള്ള ഒരു യോഗമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ചിങ്ങം രാശിയിൽ സൂര്യനും അതുപോലെ കേതുവും യോഗം ചെയ്യുന്നത്, അത് സെപ്റ്റംബർ 16 വരെ ആ സൂര്യൻ ചിങ്ങം രാശിയിൽ ഉണ്ടാകും. അപ്പോൾ പൊതുവെ നമുക്ക് പറയുകയാണെങ്കിൽ ആത്മീയമായിട്ടുള്ള ഉണർവിൻ്റെ സമയമായിരിക്കും, ആത്മബലത്തിൻ്റെ സമയമായിരിക്കും, നമ്മുടെ ഇന്നർ സ്പേസ് വികസിപ്പിക്കുന്നതിനും വിപുലമാക്കുന്നതിനും അനുകൂലമായിട്ടുള്ള സമയമായിരിക്കും സൂര്യനും കേതുവും ചിങ്ങം രാശിയിൽ യോഗം ചെയ്യുക വഴി ഉണ്ടാകുന്നത്. അതായത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയുടെ പേഴ്സണൽ ലൈഫും ആ വ്യക്തിയുടെ പ്രൊഫഷണൽ ലൈഫും ആ ലൈഫിലും വലിയ മാറ്റങ്ങൾ ഈ സൂര്യൻ്റെയും കേതുവിൻ്റെയും യോഗം ചിങ്ങം രാശിയിൽ വരിക വഴി ഉണ്ടാകും. സ്വന്തം കഴിവുകൾ പ്രകടമാക്കുന്നതിനും അത് ആ കഴിവ് കൊണ്ട് നേതൃതലത്തിലൊക്കെ എത്തുന്നതിനുമൊക്കെയുള്ള ഒരു ധൈര്യം, ആത്മവിശ്വാസമൊക്കെ ഈ സമയത്ത് പൊതുവെ ഉണ്ടാകാവുന്ന സമയമാണ്. അപ്പോൾ ഏത് രീതിയിലായിരിക്കും ചിങ്ങം രാശിയിൽ സൂര്യനും കേതുവും യോഗം ചെയ്യുന്നത് ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും സ്വാധീനിക്കുന്നത് എന്ന് നോക്കാം. ഇപ്പോൾ ഈ വീഡിയോയിൽ മേടം, ഇടവം, മിഥുനം, കർക്കിടകം കൂറുകാർക്കും ലഗ്നക്കാർക്കും സൂര്യനും കേതുവും ചിങ്ങം രാശിയിൽ യോഗം ചെയ്യുന്നതിൻ്റെ ഗുണഫലങ്ങൾ, ആ പ്രത്യേക ഫലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. മേടക്കൂറുകാരെന്ന് പറയുമ്പോൾ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവരാണ്. മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും സൂര്യൻ 5ാം ഭാവാധിപനാണ്. ആഗസ്റ്റ് 17 പുലർച്ചെ 1:52 AM സൂര്യൻ 5ാം ഭാവരാശിയിലേക്ക്, ചിങ്ങം രാശിയിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ ആ ചിങ്ങരാശി എന്ന് പറയുന്നത് സൂര്യനെ സംബന്ധിച്ചിടത്തോളം സ്വക്ഷേത്രമാണ്, അതുപോലെ മൂലത്രികോണ രാശിയുമാണ്. സെപ്റ്റംബർ 16 വരെ ആ സൂര്യൻ 5ാം ഭാവരാശിയിൽ ഉണ്ടാകും. അപ്പോൾ അവിടെ സൂര്യൻ യോഗകാരകനായിട്ട് നമുക്ക് പറയാം. അതുപോലെ 5ൽ കേതു സ്ഥിതി ചെയ്യുന്ന സമയമാണ്. കേതു മോക്ഷകാരകനാണ്, സൂര്യൻ ആത്മകാരകനുമാണ്. അപ്പോൾ ആത്മകാരകനും മോക്ഷകാരകനുമായിട്ടുള്ള സൂര്യൻ 5ാം ഭാവരാശിയിൽ ഉപാസനാ സ്ഥാനത്ത് യോഗം ചെയ്യുകയാണ്. അപ്പം 5ാം ഭാവം എന്ന് നമ്മൾ പറയുമ്പോൾ അത് പൂർവ്വപുണ്യത്തിൻ്റെ സ്ഥാനമാണ്, മന്ത്രസിദ്ധിയുടെ സ്ഥാനമാണ്, ക്രിയേറ്റിവിറ്റിയുടെ സ്ഥാനമാണ്, ബുദ്ധിശക്തിയുടെ സ്ഥാനമാണ്, പ്രണയചിന്തയുടെ സ്ഥാനമാണ്, സ്പെക്കുലേഷൻ്റെ സ്ഥാനമാണ്, സന്താനങ്ങളുടെ സ്ഥാനമാണ്,
അപ്പം ചിലർക്ക്, പ്രത്യേകിച്ച് ഈ കൂറിലെ ചിലരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കഴിവുകൾ എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്ന സമയമായിരിക്കും. കാരണം 5-ാം ഭാവാധിപൻ 5-ൽ ബലവാനായിട്ട് വരികയാണ്. അപ്പോൾ അവരുടെ കഴിവുകൾ, അവരുടെ ഉള്ളിലുള്ള ആശയങ്ങളൊക്കെ നല്ല രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്ന സമയമാണ്. ക്രിയേറ്റീവ് തലത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി, അംഗീകാരമൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ്. ആത്മീയ തലത്തിൽ ക്രിയേറ്റീവ് വർക്കൊക്കെ ചെയ്യുന്നവർക്ക് വളരെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠന മികവിൻ്റെ സമയമായിരിക്കും. പ്രത്യേകിച്ച് ആഗ്രഹിക്കുന്ന തലത്തിൽ അവർക്ക് ആ പഠനം കൊണ്ടുപോകാൻ കഴിയും. അല്പം ഡിവൈൻ തോട്ട്സൊക്കെ ഈ സമയത്ത് ഈ കൂറുകാർക്കുണ്ടെങ്കിൽ പഠനത്തിൽ ഗുണാനുഭവം കൂടും. സർക്കാർ നടത്തുന്ന ഉയർന്ന പരീക്ഷകൾ, അതിൽ അപ്പിയർ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നേട്ടം പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ സ്പെക്കുലേറ്റീവ് ബിസിനസ്സിൽ അല്പം കെയർ വേണം. അതുപോലെ സർക്കാർ സർവീസിലൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ തലത്തിൽ വലിയ നേട്ടങ്ങൾ അവർക്കുണ്ടാകും. അതുപോലെ പുതിയ സ്റ്റാർട്ടപ്പുകളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയമായിരിക്കും. അപ്പോൾ നമ്മുടെ ആത്മീയ വിഷയങ്ങളിലും ഉപാസനാദി കാര്യങ്ങളിലുമൊക്കെ കൂടുതൽ കോൺസെൻട്രേഷൻ ഉണ്ടാകാവുന്ന സമയമാണ്. അതുപോലെ സന്താനത്തിൻ്റെ സ്ഥാനവും കൂടിയാണ് 5. അപ്പോൾ സന്താനങ്ങൾക്ക് ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം കൂടുന്ന സമയം എന്ന് പറയാം. അവർക്ക് ഉയർന്ന തലത്തിൽ എത്തുന്നതിന് അവരുടെ ആത്മീയ ചിന്തയ്ക്ക് വഴിതെളിയിക്കും എന്ന് മനസ്സിലാക്കുക. അതുപോലെ ചിലർക്ക് പ്രണയചിന്തകളൊക്കെ ഉണ്ടാകും. അതേസമയം കമിതാക്കൾക്കിടയിൽ സൂര്യനാണ് 5-ൽ നിൽക്കുന്നത്, കേതുവും 5-ൽ നിൽക്കുന്നു. അപ്പോൾ കമിതാക്കൾക്കിടയിൽ ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാകാതെ നോക്കണം. അതുപോലെ ഈ സൂര്യൻ്റെയൊക്കെ ദൃഷ്ടി 11-ൽ ഉള്ള സമയമാണ്. സാമ്പത്തികമായിട്ടൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകും. 11-ൽ രാഹുവും സ്ഥിതി ചെയ്യുന്ന സമയമാണ്. ഇപ്പോൾ വിവിധ സോഴ്സുകളിൽ നിന്ന് ധനാഗമം ഉണ്ടാകും. ആഗ്രഹങ്ങൾ നിവർത്തിക്കുന്നതിനുള്ള ശ്രമം ഉണ്ടാകും. സാമ്പത്തിക സ്ഥിതിയൊക്കെ ആഗ്രഹിക്കുന്ന രീതിയിൽ കൊണ്ടുപോകാൻ കഴിയും എന്ന് തന്നെ പറയാം. സർക്കാർ സഹായമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. തത്വസംഹിതകൾ ഉൾക്കൊണ്ട് അതുപോലെ നിയമ സംവിധാനങ്ങളോടും വിധേയമായി ഒക്കെ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ ഗുണാനുഭവം ഉണ്ടാകും. നിയമവിധേയ മാർഗങ്ങളിലൂടെ ധനാർജനം നടത്തുന്നവർക്ക് വളരെ ഗുണമുണ്ടാകുന്ന സമയമാണ്. അതല്ലാതെ ധനാർജനം നടത്തുന്നവർക്ക് ദോഷാനുഭവങ്ങളും ഉണ്ടാകും എന്ന് മനസ്സിലാക്കുക. പഴയ സൗഹൃദങ്ങളൊക്കെ പുതുക്കുന്നതിനും സമൂഹത്തിൽ ഉന്നതരായിട്ടുള്ള വ്യക്തികളെ കണ്ടുമുട്ടുന്നതിനും പൊതുവെ ഈ കൂറുകാർക്ക് മൂലത്രികോണ രാശിയിലേക്കുള്ള സൂര്യൻ്റെ രാശിമാറ്റം ഗുണം ചെയ്യും എന്ന് തന്നെ പറയാം. ഇപ്പോൾ ഈ കൂറിലെ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രവർത്തന മേഖലയിൽ അവർക്ക് നേതൃതലത്തിലൊക്കെ എത്തുന്നതിനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നേതൃതലത്തിൽ വർക്ക് ചെയ്യുന്നവർക്ക് വളരെ തിളക്കമുണ്ടാകുന്ന സമയമാണ്. എങ്കിലും ഈ കൂറുകാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എത്ര ഉയർന്നാലും അതിനനുസരിച്ച് നമ്മുടെ ഭാഗത്ത് ഈഗോ തലത്തിലുള്ള ഈഗോ ചിന്തകൾ ഒഴിവാക്കാൻ ശ്രമിക്കണം. കാരണം 5-ൽ സൂര്യൻ നിൽക്കുന്നു, 5-ൽ കേതു നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എത്ര ഉയർന്ന തലത്തിലെത്തുമ്പോഴും നമുക്ക് ഈഗോ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കി കൂടുതൽ സിമ്പിളായിട്ട് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മനോഭാവത്തിലേക്ക് ഈ കൂറുകാർ ഈ സമയത്ത് മാറാമെങ്കിൽ അവർക്ക് വളരെ ഒരു പൂർവ്വ പുണ്യ സുഹൃതം ഈ സമയത്തുണ്ടാകും എന്ന് തന്നെ പറയാം. ഇനി നമുക്ക് ഇടവക്കൂറുകാർക്കും ഇടവലഗ്നക്കാർക്കും സൂര്യൻ ചിങ്ങം രാശിയിൽ ഈ രാശി മാറുന്നതിൻ്റെ പ്രത്യേക ഫലങ്ങൾ എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഇടവക്കൂറുകാരെന്ന് പറയുമ്പോൾ കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 3 പാദം, രോഹിണി, അതുപോലെ മകയിര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽ പെടുന്നവരാണ്. അപ്പോൾ ഇടവക്കൂറുകാർക്കും ഇടവലഗ്നക്കാർക്കും സൂര്യൻ 4-ാം ഭാവാധിപനാണ്, കേന്ദ്രഭാവത്തിൻ്റെ അധിപതിയാണ്.
ആ 4-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ആഗസ്റ്റ് 17 പുലർച്ചെ 1:52 AM ആ 4-ാം ഭാവ രാശിയിലേക്കാണ് സൂര്യൻ രാശി മാറുന്നത്. 4-ാം ഭാവം സൂര്യൻ്റെ സ്വക്ഷേത്രമാണ്, സൂര്യൻ്റെ മൂലത്രികോണ രാശിയാണ്. മാത്രമല്ല ആ 4-ാം ഭാവ രാശിയിൽ സൂര്യൻ സെപ്റ്റംബർ 16 വരെ ഉണ്ടാകും. 4-ാം ഭാവരാശിയിൽ കേതു നിൽക്കുന്ന സമയമാണ്. അങ്ങനെ സൂര്യനും കേതുവും 4-ാം ഭാവരാശിയിൽ യോഗം ചെയ്യുന്നു. സൂര്യൻ ആത്മകാരകനായിട്ടുള്ള ഗ്രഹമാണ്, കേതു മോക്ഷകാരകനായിട്ടുള്ള ഗ്രഹമാണ്. അപ്പം 4-ല് ഈ സൂര്യനും കേതുവും യോഗം ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ നല്ല കാര്യങ്ങൾ, അതായത് കുടുംബ അന്തരീക്ഷം എന്ന് പറയുന്നത് ഒരു ദേവാലയ സമാനമായിട്ടുള്ളൊരവസ്ഥയായിരിക്കും എന്ന് വേണമെങ്കിൽ പറയാം. അതായത് കുടുംബാംഗങ്ങൾക്ക് അവരുടെ ഇന്നർ സ്പേസ് വികസിപ്പിക്കുന്നതിന്, അവരുടെ ആത്മീയ ചിന്ത കൂട്ടുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് കാണുന്നത്. കുടുംബത്തിൽ പ്രാർത്ഥന, ധ്യാനം, ഇതൊക്കെ അതുപോലെ മറ്റ് ആചാരങ്ങളൊക്കെ നടത്താൻ സാധ്യതയുള്ളൊരു സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. അത് ആത്മീയപരമായിട്ട് വളരെ ഗുണമുണ്ടാക്കും. അത് പൊതുവെ കുടുംബത്തിൽ ഒരു മന്ത്ര ഉച്ചാരണത്തിൻ്റെ അല്ലെങ്കിൽ മന്ത്രസിദ്ധിയുടെയൊക്കെ ഒരു സ്ഥാനമായിട്ട് കുടുംബത്തെ നമുക്ക് കാണാം. ഇപ്പോൾ പൊതുവെ ഈ 4-ാം ഭാവ രാശിയിൽ സൂര്യൻ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ 4-ാം ഭാവം കുടുംബത്തിൻ്റെ സ്ഥാനമാണ്, കുടുംബജീവിതത്തിൻ്റെ സ്ഥാനമാണ്. അതുപോലെ വീട്, വാഹനം, വസ്തുക്കൾ, മാതൃബന്ധം, അതുപോലെ തൊഴിലിലെ സുഖസൗകര്യങ്ങൾ, സർക്കാർ തൊഴിൽ, യാത്രകൾ, ടൂറ്, ഇവയൊക്കെ തന്നെ ആ 4-ലേക്ക് വരുന്ന സൂര്യൻ്റെ രാശിമാറ്റം സ്വാധീനിക്കപ്പെടും. അപ്പോൾ തൊഴിൽ ജീവിതത്തിൽ വ്യക്തി ജീവിതത്തിലും തൊഴിൽ ജീവിതത്തിലും പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും വലിയ മാറ്റങ്ങൾ ഈ സമയത്ത് ഉണ്ടാകും എന്ന് തന്നെ പറയാം. ഇപ്പോൾ സൂര്യൻ്റെ രാശിമാറ്റം ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് തൊഴിൽ തലത്തിലും അതുപോലെ വ്യക്തി ജീവിതത്തിലുമായിരിക്കും. കുടുംബത്തിൽ മാതാവിനെ സംബന്ധിച്ചിടത്തോളം മാതാവിന് അല്പം ആധിപത്യമൊക്കെ കൂടുന്ന സമയമായിരിക്കും. അതുപോലെ മാതാവിന് തൊഴിലുള്ള മാതാവൊക്കെ ആണെങ്കിൽ ആ തൊഴിൽ തലത്തിലൊക്കെ അവർക്കൊരു നേതൃസ്ഥാനത്തൊക്കെ എത്താൻ കഴിയും. എങ്കിൽ തന്നെയും ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാകാതെ നോക്കണം. കുടുംബ അന്തരീക്ഷം ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂസ് ഉണ്ടാകാതിരുന്നാൽ ആ കുടുംബാന്തരീക്ഷം പൊതുവെ സന്തോഷകരമാകും എന്ന് പറയാം. ഇപ്പോൾ നമുക്ക് സൂര്യനും കേതുവിനോടൊപ്പം ഒക്കെ ഉള്ള ഒരു യോഗം ആ 4-ൽ വരുമ്പോൾ പ്രത്യേകിച്ച് ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള സൂര്യൻ വരുമ്പോൾ ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാകും. എങ്കിലും കേതു കൂടെ 4 നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് ആ ഈഗോയ്ക്ക് ഒരു കടിഞ്ഞാണുണ്ടാകും എന്നും കൂടെ പറയാം. അതുപോലെ നമുക്ക് ഈ ബന്ധുക്കളുമായിട്ട് ഒരു ആത്മീയ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതിന് അനുകൂലമായിട്ടുള്ളൊരു സമയമായിട്ട് കാണുന്നുണ്ട്. അത് പ്രത്യേകിച്ച് ഈ കുടുംബാംഗങ്ങൾക്കിടയിലുള്ള ഈഗോ റിലേറ്റഡ് ഇഷ്യൂസ് കുറയ്ക്കാൻ സഹായകമാകും. പ്രത്യേകിച്ച് ഈ ആത്മീയ വിഷയങ്ങൾ കുടുംബത്തിൽ ചർച്ച ചെയ്യുമ്പോൾ അത് കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുന്നതിന് വഴിതെളിക്കും. അതുപോലെ തന്നെ നമുക്ക് വീട്, വാഹനം ഇവയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് സമയം അനുകൂലമാണ്, എങ്കിലും അല്പം ശ്രദ്ധ വേണം. കാരണം 4-ൽ കേതു നിൽക്കുകയാണ്, ഒരു ഹെഡ്ലെസ് പ്ലാനറ്റാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ആലോചിച്ച് വേണം അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കേണ്ടത്. അതുപോലെ പ്രോപ്പർട്ടി ക്രയം ചെയ്യുമ്പോഴും ഒക്കെ തന്നെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാർക്കും ഒക്കെ തന്നെ സമയം സൂര്യൻ്റെ സ്ഥിതി നല്ലതാണെങ്കിലും കേതുവും കൂടെ അവിടെ നിൽക്കുന്നത് കൊണ്ട് നമ്മൾ വളരെ ആലോചിച്ച് മുതിർന്നവരുമായിട്ടൊക്കെ സംസാരിച്ച് വേണം അത്തരത്തിലുള്ള ആ തീരുമാനങ്ങൾ എടുക്കേണ്ടത്. പ്രോപ്പർട്ടി സംബന്ധമായിട്ടുള്ള കേസുകളിലൊക്കെ വിജയസാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ കുടുംബ അംഗങ്ങൾക്കിടയിൽ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ, തർക്കങ്ങൾ ഉണ്ടായെന്ന് വരാം. അവിടെ നമ്മൾക്ക് ഒരു കെയർ വേണം. അങ്ങനെ തർക്കങ്ങളൊക്കെ കുടുംബത്തിൽ ഉണ്ടാകുന്നത് കുടുംബാന്തരീക്ഷം അതിൽ ഒരു സുഖക്കുറവുണ്ടാക്കും എന്നും കൂടെ മനസ്സിലാക്കുക. സൂര്യൻ ആ 4-ാം ഭാവരാശി നിന്നുകൊണ്ട് കർമ്മസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്നു. അപ്പം ഇടവക്കൂറുകാരുടെ കർമ്മസ്ഥാനത്ത് സൂര്യൻ്റെ ദൃഷ്ടി വരുന്നു. കർമ്മസ്ഥാനത്ത് രാഹു നിൽക്കുന്ന സമയമാണ്. അപ്പോൾ സൂര്യൻ്റെ ദൃഷ്ടി 10-ൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും
തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് അനുകൂലമാണ്. സർക്കാർ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് തൊഴിൽ സാധ്യത കൂട്ടുന്നുണ്ട്. സർവീസിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം തൊഴിലിൽ സ്ഥാനക്കയറ്റത്തിനൊക്കെ സാധ്യതയുണ്ട്. ചിലർക്ക് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ ദൂരയാത്രകൾ വേണ്ടിവരും. അതിനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. 10 രാഹുവൊക്കെ ഉള്ള സമയം ആയതുകൊണ്ട് നമുക്ക് സൂര്യൻ രാഹു എന്ന് പറയുമ്പോൾ ശത്രുഗ്രഹങ്ങളാണ്. അപ്പോൾ 10 നിൽക്കുന്ന ശത്രുഗ്രഹത്തെയാണ് സൂര്യൻ ദൃഷ്ടി ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തൊഴിലിടത്ത് പ്രത്യേകിച്ച് മേലുദ്യോഗസ്ഥരുമായിട്ടോ അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്നവരുമായിട്ടോ നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ, തർക്കങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടെ ശ്രദ്ധിക്കണം. അതുപോലെ മേലുദ്യോഗസ്ഥരിലേക്ക് ഡോമിനൻസ് ഒക്കെ കൂടുമ്പോൾ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ കീഴുദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് തൊഴിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും എന്ന് മനസ്സിലാക്കി അത് ശ്രദ്ധിച്ച് ഈ കുറുകാർ പോകണം. അതുപോലെ നിയമവിധേയമല്ലാത്ത പ്രവർത്തനങ്ങളിൽ നമ്മൾ കഴിയണതും ഏർപ്പെടാതിരിക്കണം. അപ്പോൾ അങ്ങനെ നിയമവിധേയമല്ലാതെ വളരെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യത്തക്ക രീതിയിൽ നിസ്വാർത്ഥമായിട്ടുള്ള സേവനമൊക്കെ നടത്തുന്നവർക്ക് ആ 10 സൂര്യൻ്റെ ദൃഷ്ടി വളരെ ഗുണം ചെയ്യും. നിഗൂഢ ശാസ്ത്രങ്ങൾ, തത്വശാസ്ത്രങ്ങൾ ഇവയൊക്കെ അഭ്യസിക്കുന്നവർക്ക് പൊതുവെ സൂര്യൻ്റെ രാശിമാറ്റം ഗുണം ചെയ്യും എന്ന് തന്നെ പറയാം. ഇനി മിഥുനക്കുറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും സൂര്യൻ ചിങ്ങം രാശിയിലേക്ക് രാശി മാറുന്നതും ആ ചിങ്ങം രാശിയിൽ സൂര്യൻ്റെയും കേതുവിൻ്റെയും യോഗം വരുന്നതും എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. മിഥുനക്കുറുകാരെന്ന് പറയുമ്പോൾ മകയിരം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 2 പാദം, തിരുവാതിര, അതുപോലെ പുണർന്ന നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽ പെടുന്നവരാണ്. അപ്പം മിഥുനക്കുറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും 3-ാം ഭാവാധിപനാണ് സൂര്യൻ. ആ 3-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ആഗസ്റ്റ് 17 പുലർച്ചെ 1:52 ആ 3-ാം ഭാവരാശിയായ ചിങ്ങം രാശിയിലേക്ക് രാശി മാറുകയാണ്. അപ്പോൾ 3-ാം ഭാവരാശി സൂര്യൻ്റെ തന്നെ രാശിയാണ്. സൂര്യൻ്റെ സ്വക്ഷേത്രമാണ്, മൂലത്രികോണ രാശിയാണ്. സെപ്റ്റംബർ 16 വരെ സൂര്യൻ 3-ാം ഭാവരാശിയിൽ ഉണ്ടാകും. അതേസമയം 3-ാം ഭാവരാശിയിൽ ഇപ്പോൾ കേതു ഉണ്ട്. ആ കേതുവുമായിട്ട് സൂര്യന് യോഗം വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ സൂര്യൻ ആത്മകാരകനായിട്ടുള്ളൊരു ഗ്രഹമാണ്, കേതു മോക്ഷകാരകനായിട്ടുള്ള ഗ്രഹമാണ്. ആത്മകാരകനും മോക്ഷകാരകനുമായിട്ടുള്ള കേതുവും സൂര്യനും ആ 3-ാം ഭാവരാശിയിൽ യോഗം ചെയ്യുന്ന സമയമാണ്. അപ്പം ഈ 3-ാം ഭാവം എന്ന് പറയുമ്പം തന്നെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകൾ, നമ്മുടെ എഴുത്ത്, പ്രഭാഷണം, യാത്രകൾ, അതുപോലെ അതിൻ്റെയൊക്കെ ഒരു സ്ഥാനമാണ്. ഒരു ആത്മവിശ്വാസത്തിൻ്റെ സ്ഥാനമാണ്. ആത്മീയ കാര്യങ്ങൾ അതിൻ്റെയൊക്കെ ഒരു സ്ഥാനമായിട്ട് പറയാം. അതുപോലെ സഹോദരാദി വിഷയങ്ങളുടെയൊക്കെ സ്ഥാനമാണ്. വിദേശയാത്രകൾ, ഉന്നത പഠനം, ഇവയൊക്കെ തന്നെ സൂര്യൻ്റെ 3-ാം ഭാവരാശിയിലേക്കുള്ള രാശിമാറ്റം സ്വാധീനിക്കും എന്നും കൂടെ മനസ്സിലാക്കുക. പൊതുവെ ശരീരശക്തി, ഊർജ്ജസ്വലത, ധൈര്യം ഒക്കെ ഈ കുറുകാർക്ക് കൂടുന്ന സമയം എന്ന് പറയാം. ഒരേ സമയത്ത് ഒന്നിലധികം കാര്യങ്ങളിൽ അവരുടെ മനസ്സ് ഫോക്കസ് ചെയ്യുന്ന സമയമായിരിക്കും. അതുപോലെ തന്നെ അതിനുള്ളൊരു കഴിവ് അവർക്ക് ഉണ്ട്. അതുപോലെ ഏത് ക്രൈസിസും മാനേജ് ചെയ്യാനുള്ള ഒരു കഴിവ് ആ 3-ലെ സൂര്യൻ തരും. കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ ശക്തമാകുന്ന സമയമാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ, കൺസൾട്ടൻസി ബിസിനസ്, അതുപോലെ ബിസിനസ്സിൽ, അതുപോലെ മാർക്കറ്റിംഗ് മേഖലയിൽ, അഡ്വർടൈസിങ് മേഖലയിൽ, പബ്ലിക് റിലേഷൻ മേഖലയിൽ, ഇത്തരം മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ആ 3-ലെ സൂര്യൻ വളരെ ഗുണം ചെയ്യും എന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ പ്രഭാഷണം, ചിലരെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലുമൊക്കെ പ്രഭാഷണമൊക്കെ കണ്ടക്ട് ചെയ്യുക, സെമിനാറൊക്കെ കണ്ടക്ട് ചെയ്യുന്നതിനും പ്രഭാഷണം നടത്തുന്നതിനുമൊക്കെ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ കമ്മ്യൂണിക്കേഷനിലൊക്കെ നമ്മൾ ഈ 3-ലൊക്കെ സൂര്യൻ നിൽക്കുമ്പോൾ ആ 3-ാം ഭാവസംബന്ധമായിട്ടൊരു ഡോമിനൻസ്, ഒരു ആ കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒരു ഈഗോയൊക്കെ ചിലപ്പം വരാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കണം.
ഇപ്പോൾ സൂര്യനും കേതുവൊക്കെ മൂന്നാം ഭാവരാശിയിൽ യോഗം വരുന്നത് കൊണ്ട് നമുക്കൊരു ഈഗോ വരികയാണെങ്കിലും ആ ഈഗോ ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ ആ 3-ലെ കേതുവിൻ്റെ സ്ഥിതിക്ക് കഴിയും. നമ്മുടെ എഴുത്തുകാർക്ക്, പബ്ലിഷേഴ്സിന്, അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കൊക്കെ തന്നെ അവരുടെ കഴിവ് ഈ സമയത്ത് പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന സമയം എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ തൊഴിലിൽ പൊതുവെ ആക്റ്റീവ് ആകും. തൊഴിൽ അന്വേഷകർക്ക് ആത്മവിശ്വാസം കൂടുന്ന സമയമായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് വ്യക്തിബന്ധങ്ങളിൽ തർക്കങ്ങളോ ഈഗോ ഇഷ്യൂസോ ഉണ്ടാകാതെ നോക്കണം. അതുപോലെ തന്നെ സഹോദരങ്ങളുമായിട്ട് ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. അപ്പോൾ അത് കഴിവതും നമ്മൾ മാനേജ് ചെയ്യണം. അവരുമായിട്ടുള്ള ഈഗോ റിലേറ്റഡ് ഇഷ്യൂസ് ഒഴിവാക്കണം. എങ്കിൽ മാത്രമേ അവരുമായിട്ടുള്ള ആ സൗഹൃദം അല്ലെങ്കിൽ ബന്ധം ഒക്കെ പുഷ്ടി പ്രാപിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. സൂര്യൻ ആ 3-ാം ഭാവരാശിയിൽ നിന്നുകൊണ്ട് മിഥുനക്കുറുകാരുടെ ഭാഗ്യസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് മതവിശ്വാസവുമായിട്ടുള്ള കർമ്മങ്ങളിലും ആത്മീയ കാര്യങ്ങളിലുമൊക്കെ തന്നെ താല്പര്യം കൂട്ടുന്നതിന് അത് വഴിതെളിക്കും. ആത്മകാരകനും മോക്ഷകാരകനുമായിട്ടുള്ള ഒരു യോഗമാണ് ആ 3-ാം ഭാവരാശിയിൽ വരുന്നത്. അത് പൊതുവേ നമുക്ക് സ്പിരിച്വൽ തലത്തിൽ വളരെ ഒരു ഉയർച്ച അല്ലെങ്കിൽ താല്പര്യം ഈ സമയത്ത് ഉണ്ടാകും. ധർമ്മചിന്തയൊക്കെ കൂടും. ഗുരുക്കന്മാരെയൊക്കെ കണ്ടുമുട്ടുന്നതിനോ അവരുടെയൊക്കെ ഗൈഡൻസ്, അവരുടെയൊക്കെ മാർഗനിർദ്ദേശങ്ങൾ കിട്ടുന്നതിനൊക്കെ ഈ സമയത്ത് സാധ്യത കാണുന്നു. ചിലർക്ക് ഈ സ്പിരിച്വൽ തലത്തിലൊക്കെ പ്രഭാഷണം നടത്തുന്നതിന് വളരെ കഴിവ് കൂടുന്ന സമയമാണ്. അങ്ങനെ ആ സ്പിരിച്വൽ തലത്തിലുള്ള അറിവ് അത് മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും അവരെ പ്രബുദ്ധരാക്കുകയൊക്കെ ചെയ്യുന്നതിന് അനുകൂലമായിട്ടുള്ള സമയമായിട്ട് കാണുന്നുണ്ട്. സ്വന്തം കഴിവുകൾ പുറത്തു കൊണ്ടുവരുന്നതിനും അനുകൂലമായിട്ടുള്ളൊരു സമയമായിട്ട് ആ 3-ലെ സൂര്യൻ്റെയും കേതുവിൻ്റെയും യോഗത്തെ നമുക്ക് പറയാം. അതുപോലെ തന്നെ നമ്മുടെ കഴിവുകൾ പുറത്തു വരുമ്പോഴും ഇത് എൻ്റെ കഴിവാണ് എന്നുള്ള രീതിയിൽ നമുക്ക് ഈഗോ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ നോക്കണം. ഇപ്പോൾ സുഹൃത്തുക്കളും അയൽവക്കക്കാരും അവരുമായിട്ടൊക്കെ ആത്മബന്ധം സ്ഥാപിക്കുന്നത് വളരെ ഗുണം ചെയ്യും. അപ്പോൾ പൊതുവെ വിദേശ യാത്രകളൊക്കെ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള അവസരങ്ങളൊക്കെ കിട്ടുന്നതിന് സാധ്യതയുണ്ട്. അതുപോലെ നമുക്ക് യാത്രകളിലൂടെ, അത് തീർത്ഥയാത്ര ആയിക്കോട്ടെ അല്ലെങ്കിൽ ദൂരയാത്രകളായിക്കോട്ടെ, അത്തരത്തിലുള്ള യാത്രകളിലൂടെ ആത്മീയ ഗുരുക്കന്മാരെയൊക്കെ കണ്ടെത്തുന്നതിനും അവരുടെയൊക്കെ ഗൈഡൻസ് കിട്ടുന്നതിനും അത് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാകുന്നതിനും ഈ 3-ലെ സൂര്യൻ്റെയും കേതുവിൻ്റെയും യോഗം മിഥുനക്കുറുകാർക്ക് വഴിതെളിക്കും എന്ന് തന്നെ പറയാം. ഇനി കർക്കിടകക്കുറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും ഈ സൂര്യൻ ചിങ്ങം രാശിയിലേക്ക് രാശി മാറുന്നതും ചിങ്ങം രാശിയിൽ സൂര്യൻ്റെയും കേതുവിൻ്റെയും യോഗം വരുന്നതും എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. കർക്കിടകക്കുറുകാരെന്ന് പറയുമ്പോൾ പുണർതം നക്ഷത്രത്തിൻ്റെ അവസാന പാദം, അതുപോലെ പൂയം ആയില്യം നക്ഷത്രക്കാരെയാണ്. ഇപ്പം കർക്കിടകക്കുറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും ഈ 2-ാം ഭാവാധിപനാണ് സൂര്യൻ. ആ 2-ാം ഭാവാധിപനായ സൂര്യൻ 2-ാം ഭാവരാശിയിലേക്ക് ആഗസ്റ്റ് 17 പുലർച്ചെ 1:52 AM രാശി മാറുകയാണ്. അപ്പോൾ 2-ാം ഭാവരാശി സൂര്യൻ്റെ രാശിയാണ്, സ്വക്ഷേത്രമാണ്, സൂര്യൻ്റെ മൂലത്രികോണ രാശിയുമാണ്. അപ്പോൾ സൂര്യന് ബലം വരുന്ന രാശിയാണ്. അപ്പോൾ സെപ്റ്റംബർ 16 വരെ ആ 2-ാം ഭാവരാശിയിൽ സൂര്യൻ ഉണ്ടാകും. അതുപോലെ തന്നെ 2-ലിപ്പോൾ കേതു സഞ്ചരിക്കുന്നുണ്ട്. കേതു എന്ന് പറയുന്നത് മോക്ഷകാരകനായിട്ടുള്ള ഒരു പ്ലാനറ്റാണ്. സൂര്യനാണെങ്കിൽ ആത്മകാരകനായിട്ടുള്ള പ്ലാനറ്റാണ്. അപ്പോൾ ആ കേതുവും സൂര്യനുമായിട്ടുള്ളൊരു യോഗം അവിടെ വരുമ്പോൾ ആത്മകാരകനും മോക്ഷകാരകനുമായിട്ടുള്ള 2 ഗ്രഹങ്ങൾ ആ 2-ാം ഭാവരാശിയിൽ യോഗം ചെയ്യുകയാണ്. അപ്പോൾ ഈ 2-ാം ഭാവം എന്ന് പറയുമ്പോൾ അത് ധനത്തിൻ്റെ ഭാവമാണ്, കുടുംബത്തിൻ്റെ ഭാവമാണ്, സമ്പാദ്യത്തിൻ്റെ ഭാവമാണ്, സംസാരത്തിൻ്റെ ഭാവമാണ്. അതുപോലെ ഈ 2-ലേക്കൊക്കെ സൂര്യൻ്റെയൊക്കെ രാശിമാറ്റം വരുമ്പോൾ പ്രത്യേകിച്ച് റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കിൽ, ജോയിൻ്റ് അസറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒരു സ്വാധീനം ആ 2-ൽ വരുന്ന സൂര്യൻ ഉണ്ടാക്കും. കാരണം ആ സൂര്യൻ അഷ്ടമത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്.
അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് രണ്ടാം ഭാവത്തിൽ സൂര്യൻ വരികയും ആ രണ്ടാം ഭാവരാശിയിൽ സൂര്യൻ്റെയും കേതുവിൻ്റെയൊക്കെ യോഗം വരുമ്പോൾ, ആത്മകാരകനും മോക്ഷകാരകനും രണ്ടിൽ യോജിക്കുമ്പോൾ, യോഗം ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ സംസാരത്തിൽ ഒക്കെ തന്നെ ഒരു ആത്മീയ വിഷയങ്ങൾ കടന്നു വരും. സംസാരത്തിലൂടെ തന്നെ ആത്മീയ വിഷയങ്ങൾ കടന്നു വരും. അങ്ങനെ ആത്മീയ വിഷയങ്ങൾ നല്ല രീതിയിൽ അവതരിപ്പിക്കുന്നതിനുള്ള ഒരു കഴിവ്, അത് മറ്റുള്ളവർക്ക് ആത്മീയ അവബോധം ഉണ്ടാക്കുന്നതിനും വഴിതെളിക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ പൊതുവെ നമുക്ക് സംസാരം വളരെ ഗുണകരമാകും. അപ്പോൾ ആ സൂര്യനും കേതുവും ഒക്കെ രണ്ടിൽ യോഗം ചെയ്യുന്നത് ആത്മീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നവർക്ക് നല്ല ഒരു അവസ്ഥ ഉണ്ടാക്കും എന്ന് തന്നെ പറയാം. അപ്പോൾ രണ്ടാം ഭാവാധിപൻ രണ്ടിൽ തന്നെ ബലവാനാണ്. അപ്പോൾ രണ്ടാം ഭാവം ധനത്തിൻ്റെ ഭാവവും കൂടിയാണ്. അപ്പോൾ സാമ്പത്തിക സ്ഥിതി ഇംപ്രൂവ് ചെയ്യുന്നതിനും അനുകൂല സമയമാണ്. സമ്പാദ്യമൊക്കെ വർദ്ധിക്കും. അതുപോലെ നമ്മുടെ ഫിനാൻഷ്യൽ സെക്ടർ, ബാങ്കിങ് സെക്ടർ, അതുപോലെ സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നവർക്ക്, കുടുംബ ബിസിനസ് നടത്തുന്നവർക്ക്, ഇവർക്കൊക്കെ തന്നെ ആ സൂര്യൻ്റെ രണ്ടിലെ സ്ഥിതി വളരെ ഗുണം ചെയ്യും എന്ന് പറയാം. സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കും. മാത്രമല്ല സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാനുള്ള മാർഗങ്ങൾ ഈ സമയത്ത് കണ്ടെത്തും. പ്രത്യേകിച്ച് അത് ഗുരുക്കന്മാരുമായിട്ടോ അല്ലെങ്കിൽ മുതിർന്നവരുമായിട്ടൊക്കെ ചർച്ച ചെയ്ത് സാമ്പത്തിക സ്ഥിതി ഇംപ്രൂവ് ചെയ്യുന്നതിനുള്ള മാർഗങ്ങൾ ഈ സമയത്ത് കണ്ടെത്തും. കുടുംബ വിഷയത്തിലൊക്കെ, കുടുംബകാര്യത്തിലൊക്കെ തന്നെ കമ്മിറ്റ്മെൻറ്റ് കൂടും. എങ്കിലും സൂര്യൻ രണ്ടിൽ നിൽക്കുമ്പോൾ കുടുംബത്തിലൊക്കെ അല്പം ഡോമിനൻസ് കൂടും. അല്പം അഗ്രസീവായിട്ട് ചിലപ്പോൾ ബിഹേവ് ചെയ്യുന്നതിനൊക്കെ സാധ്യതയുണ്ട്. അത് ഈഗോ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അവിടെയൊക്കെ നമ്മൾ ഒരു കെയർ വേണം. എങ്കിലും രണ്ടിൽ കേതുവും കൂടെ നിൽക്കുന്ന സമയമായതുകൊണ്ട് ആ സൂര്യൻ്റെ ആ ഡോമിനൻസിന് ഒരു പരിധിവരെ നിയന്ത്രണം വരും എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ കുടുംബ അംഗങ്ങളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ ഒരു കെയർ വേണം. ഈഗോ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ നോക്കണം. അതേസമയം ആത്മീയ വിഷയങ്ങളൊക്കെ സംസാരിച്ച് പോകുമ്പോൾ അത്തരത്തിലുള്ള ഈഗോ പ്രശ്നങ്ങൾ മാറുകയും ചെയ്യും എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ കഴിവതും നമ്മൾ കുടുംബത്തിൽ വളരെ വിനയത്തോടു കൂടി സംസാരിക്കാൻ ശീലിക്കുക. അതൊക്കെ നമുക്ക് ആ കുടുംബത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായകമാകും. പരസ്പര ബഹുമാനം, അതുപോലെ അഭിപ്രായ സ്വാതന്ത്ര്യം, ഇവയൊക്കെ നമുക്ക് നിലനിർത്തി പോകാൻ ഈ കുറുകാർ ശ്രദ്ധിക്കണം. അതുപോലെ സർക്കാർ സർവീസിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായിട്ടുള്ള മാറ്റങ്ങൾ അവർക്കുണ്ടാകും. പ്രത്യേകിച്ച് സൂര്യൻ അഷ്ടമത്തിൽ ദൃഷ്ടി ചെയ്യുകയാണ്. അപ്പോൾ അഷ്ടമത്തിൽ രാഹു നിൽക്കുന്ന സമയമാണ്. അപ്പോൾ സൂര്യൻ അഷ്ടമത്തിൽ ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ അൺഎക്സ്പെക്റ്റഡ് ചേഞ്ചസ് തൊഴിൽ തലത്തിൽ ഉണ്ടാകാം. ചിലർക്ക് ട്രാൻസ്ഫർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ മേലുദ്യോഗസ്ഥരൊക്കെ ഈ തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ, പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ ഒരു കെയർ വേണം. അതുപോലെ ഈഗോ പ്രശ്നങ്ങൾ തൊഴിലിടത്ത് വരാതെ നോക്കണം. കാരണം സൂര്യനും അതുപോലെ അഷ്ടമത്തിലെ രാഹുവിനെയാണ് ദൃഷ്ടി ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ തൊഴിലൊക്കെ ഒരു മാറ്റമൊക്കെ വരുമ്പോൾ നമുക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ വരും. അത് ചില പ്രയാസങ്ങളുണ്ടാക്കും, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാക്കും, ചിലപ്പോൾ തർക്കങ്ങളുണ്ടാക്കും. അത് നമ്മൾ കെയർ ചെയ്യണം. അതുപോലെ തന്നെ ഈ നമ്മൾ ഗ്രൂപ്പായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നവർ, ജോയിൻ്റായിട്ടൊക്കെ സംരംഭങ്ങൾ നടത്തിപ്പോകുന്നവർ, അവർക്കൊക്കെ വളരെ ഗുണാനുഭവം ഉണ്ടാകും എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ഈ സൂര്യനും കേതുമായിട്ടൊക്കെ യോഗം വരുന്ന സമയമായതുകൊണ്ട്, രണ്ടിലാണത് വരുന്നു എന്നുള്ളത് കൊണ്ട്, ഇപ്പോൾ രാഷ്ട്രീയ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക്, അവർക്ക് ഉന്നത തലത്തിൽ, നേതൃതലത്തിൽ ഒക്കെ എത്താനുള്ള ഒരു കഴിവൊക്കെ അവർക്കുണ്ടാകും. ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി അവർക്കുണ്ടാകും. അതുപോലെ നിഗൂഢ ശാസ്ത്രങ്ങളൊക്കെ അഭ്യസിക്കുന്നവർക്ക്, ശാസ്ത്രജ്ഞർക്ക്, അതുപോലെ അന്വേഷണ ഏജൻസിയിൽ പ്രവർത്തിക്കുന്നവർക്ക്, അതുപോലെ തന്നെ ഗവേഷകർക്ക്, മറ്റ് ഈ അന്വേഷണ ഏജൻസികളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കൊക്കെ തന്നെ സൂര്യൻ്റെ ആ എട്ടിലെ ദൃഷ്ടി വളരെ ഗുണം ചെയ്യും എന്ന് മനസ്സിലാക്കുക. അപ്രതീക്ഷിതമായിട്ടുള്ള സോഴ്സുകളിൽ നിന്ന് അവർക്ക് ധനാഗമം ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഇപ്പോൾ ജോയിൻ്റ് അസറ്റൊക്കെ വർദ്ധിപ്പിക്കുന്നതിനുള്ളൊരു ശ്രമമൊക്കെ ഈ സമയത്ത് ചിലപ്പോൾ
ഈ കൂറുകാരുടെ ഭാഗത്തുണ്ടാകാം. അതുപോലെ വിവാഹ ആലോചനകളിൽ ചിലപ്പോൾ എന്തെങ്കിലും തടസ്സമോ അല്ലെങ്കിൽ ദാമ്പത്യ ബന്ധങ്ങളിൽ എന്തെങ്കിലും ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടാകാവുന്ന സമയമായതുകൊണ്ട് അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ ആഹാരത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. കഴിവതും നമ്മൾ ഈ സ്പൈസി ആയിട്ടുള്ള ഫുഡ് ഒഴിവാക്കി സാത്വികമായിട്ടുള്ള ആഹാരം ഈ സമയത്ത്, പ്രത്യേകിച്ച് സൂര്യനും കേതുവും ആ രണ്ടിൽ നിൽക്കുമ്പോൾ അത്തരത്തിലുള്ള ആഹാരം ശീലിക്കുന്നത് ഗുണം ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ചിലർക്ക് ഇപ്പോൾ ഈ ദന്തസംബന്ധമായിട്ടോ നയന സംബന്ധമായിട്ടോ എന്തെങ്കിലുമൊക്കെ ചെറിയ ഇഷ്യൂസ് ചിലപ്പോൾ ആ രണ്ടിലെ സൂര്യൻ്റെ സ്ഥിതി കൊണ്ട് ഉണ്ടായെന്ന് വരാം. കുടുംബത്തിലൊക്കെ കമ്മിറ്റ്മെൻറ്റ് കൂടുന്ന സമയമായതുകൊണ്ട് കുടുംബത്തിലൊക്കെ ചിലവ് കൂടാനിടയുണ്ട്. അതുപോലെ അഷ്ടമത്തിൽ നിൽക്കുന്ന രാഹുവിനെ സൂര്യൻ ദൃഷ്ടി ചെയ്യുന്ന സമയമായതുകൊണ്ട് നമ്മൾ ദൂരയാത്രകളിലൊക്കെ ഒരു കെയർ വേണം. അതുപോലെ ചിലർക്ക് നാഭിക്ക് താഴെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ്, പെയിന്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ, അല്ലെങ്കിൽ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൽ എന്തെങ്കിലും ഡിസോർഡർ, ഇവയ്ക്കൊക്കെ സാധ്യത കാണിക്കുന്നുണ്ട് 8-ലെ രാഹുവും 8-ലെ സൂര്യൻ്റെ ദൃഷ്ടിയും. അപ്പോൾ പൊതുജനങ്ങൾക്ക് കഴിവതും ഹിതമല്ലാത്ത തീരുമാനങ്ങൾ എടുക്കാതിരിക്കാൻ ഈ കൂറുകാർ ഈ സമയത്ത് ശ്രദ്ധിക്കണം. അങ്ങനെ പൊതുജനങ്ങൾക്ക് ഹിതമല്ലാത്ത തീരുമാനങ്ങൾ എടുക്കുന്നത് അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നും കൂടെ മനസ്സിലാക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.